റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു കാലത്ത് അത്ഭുതമായിരുന്ന പേരാണ് CJ റോയി. കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമരക്കാരൻ. ബിസിനസ് ലോകത്തെ പരമ്പരാഗത രീതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രൂപ പോലും കടമില്ലാതെ കോടികളുടെ ആസ്തി പടുത്തുയർത്താമെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. എന്നാൽ ആഡംബരത്തിന്റെ അത്യുന്നതയിൽ നിൽക്കുമ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണം ആ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉള്ളറകളിലെ നിഗൂഢതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കണ്ണൂർ സ്വദേശിയായ CJ റോയി ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ബിസിനസിന്റെ ലോകത്തേക്ക് ചുവട് വെക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ സുറൂക്കിൽ നിന്ന് മാനേജ്മെന്റ് PhD നേടിയ അദ്ദേഹം തുടക്കത്തിൽ HP പോലുള്ള വമ്പൻ കമ്പനികളിൽ ജോലി ചെയ്തു. എന്നാൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും കെട്ടിപ്പടുക്കണമെന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒരു സംരംഭകനാക്കി മാറ്റിയത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം സ്വന്തമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നാൽ ബാങ്ക് ലോണുകളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒന്നാണെന്നാണ് പൊതുധാരണ. എന്നാൽ റോയി ഈ ധാരണ തിരുത്തിക്കുറിച്ചു. കടമില്ലാത്ത കമ്പനി എന്നതായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രധാന ആകർഷണം. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു റിസ്ക് എടുത്തത്? അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞങ്ങൾ വിൽക്കുന്നത് വീടുകളല്ല, മറിച്ച് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്. സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ നൽകിയാണ് ഒരു വീട് വാങ്ങുന്നത്. ഒരു ബിൽഡർ ബാങ്ക് ലോൺ എടുത്ത് പ്രൊജക്ട് ചെയ്യുമ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ ആ ബാധ്യത ഉപഭോക്താവിനെ ബാധിക്കും. ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പ്രൊജക്ടുകൾ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് അദ്ദേഹം സീറോ ഡെപ്റ്റ് പോളിസി സ്വീകരിച്ചത്. 2008 മറ്റ് ആഗോള സാമ്പത്തിക മാന്ദ്യകാലത്ത് പല പ്രമുഖ ബിൽഡർമാരും തകർന്നടിഞ്ഞപ്പോൾ തന്റെ ഒരു പ്രൊജക്ട് പോലും മുടങ്ങാതെ മുന്നോട്ട് പോയത് ഈ കടമില്ലാത്ത നയം കൊണ്ടാണെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. ബിസിനസ് രംഗത്ത് റോയിയെ ശ്രദ്ധേയനാക്കിയത് അദ്ദേഹത്തിന്റെ വേറിട്ട വിപണന തന്ത്രങ്ങളാണ്. കൊച്ചി കാക്കനാട് അദ്ദേഹം ആദ്യമായി ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയ കാലത്ത് കേരളത്തിലെ വിപണിയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് അത്ര പരിചിതമായിരുന്നില്ല. അവിടെയാണ് അദ്ദേഹം തന്റെ ബുദ്ധിപരമായ നീക്കം നടത്തിയത്. വെറും 5 ലക്ഷം രൂപ മുടക്കി ഒരു പ്രമുഖ ചാനലിലെ മ്യൂസിക് പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. ഒന്നാം സമ്മാനമായി 1 കോടിയുടെ ഫ്ളാറ്റ് പ്രഖ്യാപിച്ചതോടെ കോൺഫിഡന്റ് എന്ന പേര് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി. ഇത് അദ്ദേഹത്തിന്റെ മറ്റ് ഫ്ളാറ്റുകളും അതിവേഗം വിറ്റുപോകുന്നതും വിപണിയിൽ വിശ്വസ്തത നേടാനും സഹായിച്ചു. ഒരു ശതകോടീശ്വരന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിന് റോയ് ഒരു പുതിയ നിർവചനം നൽകി. ആഡംബര വാഹനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കമ്പം ലോകപ്രശസ്തമായിരുന്നു. 12ഓളം റോൾസ് റോയ്സ് കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ബുഗാറ്റി, ലംബോർഗിനി തുടങ്ങിയ അത്യാഡംബര കാറുകൾ അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ നിത്യകാഴ്ചയായിരുന്നു. ഈ കാറുകളുടെ പരിപാലനത്തിനായി മാത്രം പ്രതിവർഷം 60 ലക്ഷം രൂപയോളം അദ്ദേഹം ചെലവാക്കിയിരുന്നു. ഒരു ബുഗാറ്റി കാറിന്റെ ടയർ പഞ്ചർ ഒട്ടിക്കാൻ 50 ലക്ഷം രൂപ ചെലവാക്കി ഫ്രാൻസിലേക്ക് അയച്ച കഥ അദ്ദേഹം തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 36-ാം വയസ്സിൽ തന്നെ സ്വന്തമായി വിമാനം വാങ്ങിയ അദ്ദേഹം ആഡംബരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ഞാൻ എന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ചെരുപ്പ് ധരിച്ച് റോൾസ് റോയ്സ് ഓടിക്കുന്നതും ആർക്കും വഴങ്ങാത്ത തന്റെ ജീവിതശൈലിയും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പ്രദർശിപ്പിച്ചിരുന്നു. കടമില്ലാത്ത കോടികളുടെ ആസ്തിയുള്ള ആഡംബരത്തിൽ ആറാടി ജീവിച്ച ഒരു മനുഷ്യൻ എന്തിന് ജീവൻ ഒടുക്കി? ഈ ചോദ്യമാണ് ഇപ്പോൾ ബിസിനസ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയുടെ മരണവുമായി ഇതിനെ പലരും താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥയ്ക്ക് 8,000 കോടിയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ റോയിയുടെ കാര്യത്തിൽ അത്തരം ഒരു ബാധ്യത ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം ആവർത്തിക്കുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയത് എന്താണ്? മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഈ റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ചില ഫണ്ടുകളുടെ ഉറവിടത്തെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഇടത്തരക്കാർക്ക് ഇണങ്ങുന്ന വിലയ്ക്ക് ഫ്ളാറ്റുകൾ വിൽക്കുന്ന ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഇത്രയധികം ആഡംബരങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഒരു വിമാനം വാങ്ങുന്നതും 12 റോൾസ് റോയ്സ് കാറുകൾ പരിപാലിക്കുന്നതും ഫ്ളാറ്റ് വിറ്റുകിട്ടുന്ന ലാഭത്തിൽ നിന്ന് മാത്രം സാധ്യമാണോ എന്ന കാര്യത്തിൽ മാനേജ്മെന്റ് വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു. പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാകാം ഒരുപക്ഷെ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. കൃത്യമായൊരു CFO ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സാമ്പത്തിക നൂലാമാലകൾ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. CJ റോയിയുടെ മരണം കേവലം ഒരു ആത്മഹത്യ എന്നതിലുപരി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കാണാപ്പുറങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. കടമില്ലാത്ത ബിസിനസ് പ്രായോഗികമാണോ? കോടികളുടെ ബിസിനസ് ലോണില്ലാതെ നടത്തുമ്പോൾ അതിലേക്കുള്ള മൂലധനം എവിടെ നിന്ന് വരുന്നു? റെയ്ഡുകൾക്ക് പിന്നിൽ എന്ത്? ആദായ നികുതി വകുപ്പിന് ലഭിച്ച കൃത്യമായ വിവരങ്ങൾ എന്തായിരുന്നു? ദുബായിലും മറ്റും വ്യാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിൽ ദുരൂഹമായ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിരുന്നു? CJ റോയി ഒരു പോരാളിയായിരുന്നു. തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തി. എന്നാൽ ആഡംബരത്തിന്റെ തിളക്കത്തിനിടയിൽ എവിടെയോ അദ്ദേഹത്തിന് കാലിടറി. സീറോ ഡെപ്റ്റ് എന്നത് ഒരു വിജയതന്ത്രമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയെങ്കിലും അത് നൽകിയ സമ്മർദ്ദം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങൾക്ക് കൂടിയാണ് മങ്ങലേൽപ്പിച്ചത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നതോടെ മാത്രമേ
ഈ കോൺഫിഡന്റ് മനുഷ്യന്റെ തകർച്ചയുടെ യഥാർത്ഥ കാരണം ലോകത്തിന് ബോധ്യമാവുകയുള്ളൂ. ആഡംബര ജീവിതത്തിന്റെ നിറപ്പകിട്ടുകളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന കറുത്ത യാഥാർത്ഥ്യങ്ങൾ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.